കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെയുള്ള ഒരു മൈഗ്രേഷൻ ട്രെൻഡ് ഏതാണ്ടൊക്കെ അവസാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് വേണേൽ പറയാം. എന്നാൽ ഇപ്പോഴും ഇമിഗ്രേഷനായി മറ്റു രാജ്യങ്ങളിലേക്ക്, യൂറോപ്പ് രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ നാടുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാടുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള അനേക ആളുകളുടെ സ്വപ്നം തന്നെയാണ്. അത് പഠിക്കാനും ജോലിയായിട്ടും ഒക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നും, ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേര് അവരെങ്ങനെയെങ്കിലും ഒന്ന് നാട് വിട്ട് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിലവില് കാനഡയും അമേരിക്കയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ വിട്ട് യൂറോപ്പിലെ മറ്റു ചില പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചേക്കേറുന്ന ഒരു കാലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്ന് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് ഈ സ്ഥലങ്ങളിലൊന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഗ്രീസ്, സ്പെയിന്, ലിത്വാനിയ, റൊമാനിയ ആൻഡ് ലറ്റീവ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ ചെറുപ്പക്കാര് കുഞ്ഞുങ്ങളും യൂറോപ്പ് എന്ന സ്വപ്നവുമായിട്ട് ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഒരു വലിയ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഗ്രീസ് എന്ന് പറയുന്ന യൂറോപ്പ് രാജ്യം അവർ ഗോൾഡൻ വിസ ഓപ്പർച്യൂണിറ്റി, അതായത് PR-ന്റെ ഗോൾഡൻ വിസ ഓപ്പർച്യൂണിറ്റി അവർ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കൊരു ബിസിനസ് ഒക്കെ പോയി ചെയ്യാനും അങ്ങനെ അതുവഴി നമുക്ക് PR ഒക്കെ എടുക്കാവുന്നതാണ്. എന്നാൽ മറ്റ് 4 രാജ്യങ്ങളും, അതായത് സ്പെയിനും, ലുത്യാനയും, റൊമാനിയയും, ലറ്റീവയും ഒക്കെ നമ്മുടെ കാനഡ പോലെ തന്നെയുള്ള സെയിം ഓപ്പർച്യൂണിറ്റികളാണ് ഈ രാജ്യങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണം, പാശ്ചാത്യ നാടുകളിലൊക്കെ പോയി നല്ലൊരു ജോലിയൊക്കെ എടുക്കണം, ജീവിക്കണം, താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരുണ്ട്. നമുക്കറിയാം കാനഡ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഏതാണ്ട് അതിനുള്ള അവസരങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾക്ക് ഇന്നും ലോകത്തിന്റെ പല രാജ്യങ്ങളും ഒരു വലിയ ഹോപ്പ് തരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചതായിട്ടുള്ള പ്രൊഫഷനിലും ഒക്കെ വെച്ച് ഈ പറഞ്ഞതായിട്ടുള്ള യൂറോപ്പ് രാജ്യങ്ങളൊക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കയറി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവസരങ്ങളുണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഒരു പുതിയ വീഡിയോയുമായി, ഒരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ഐ ആം സൈനോട്ട് റെക്സി ജോയ്. ബൈ.